ഗൈസ്, അപ്പോൾ എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്നല്ലേ, ഇതിൻ്റെ പേരാണ് ജാപ്പനീസ് ലോങ് ഫ്രഞ്ച് ഫ്രൈസ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ജാപ്പനീസ് ആയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പം എന്തായാലും പൊട്ടറ്റോ ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ തന്നെയാണ്. വേവിച്ച പൊട്ടറ്റോയിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒറിഗാനോ, ചില്ലി ഫ്ലെക്സ്, കുറച്ച് ഉപ്പ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡിയാണ്. ഇനിയൊന്നും ചെയ്യാനില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ, ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ പരത്തിയിട്ട് എടുക്കാൻ സുഖം അങ്ങനെ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലൊരു ഫോയിൽ പേപ്പർ വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് റിസ്ക്കുള്ള പണിയൊക്കെയാണ്. പിന്നെയും ഞാൻ വിചാരിക്കുന്നു ഇത് കഴിക്കാൻ വേണ്ടി ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യണത്. ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന്റെ രൂപത്തിൽ അതേപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിന്റെ പേരാണ് ജാപ്പനീസ് ലോങ് ഫ്രഞ്ച് ഫ്രൈസ്. എന്താല്ലേ, ഇതിന്റെ പുറമേ ഭയങ്കര ക്രിസ്പിയും അതേപോലെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്രയ്ക്കുള്ള വീഡിയോ. ബൈ.